യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യോസേപ്പ് പിതാവിൽ വിളങ്ങി നിന്ന മറ്റ് രണ്ട് പുണ്യങ്ങളിലേക്ക്, പ്രത്യേകതകളിലേക്ക് നമ്മളിന്ന് ധ്യാനപൂർവ്വം പ്രവേശിക്കുകയാണ്. സ്വപ്നങ്ങളുടെ മനുഷ്യനായിരുന്നു വിശുദ്ധ യോസേപ്പ്. അനുസരണത്തിൻ്റെ മനുഷ്യനായിരുന്നു വിശുദ്ധ യോസേപ്പ്. സ്വപ്നങ്ങൾ സൂക്ഷിച്ചവനായിരുന്നു. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചവനായിരുന്നു. ഇതായിരുന്നു യോസേപ്പ് പിതാവിൻ്റെ രണ്ട് വലിയ പ്രത്യേകതകൾ. നമ്മൾ കാണുന്നു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 3 സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു. 3നും യോസേപ്പ് പിതാവ് പ്രത്യുത്തരം കൊടുക്കുന്നു. 1, മറിയത്തിൻ്റെ ഉദരത്തിലെ ശിശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ജനിച്ചത് എന്നതിൽ സംശയിക്കേണ്ട, അവളെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുക. ഈ സ്വപ്നത്തിലെ ദൂത് യോസേപ്പ് പിതാവ് സ്വീകരിച്ചു. ഹെരോദേസിൻ്റെ ആൾക്കാർ യേശുവിനെ കൊല്ലാൻ വേണ്ടി വരുന്നു. കുഞ്ഞിനെയും കൂടി ഈജിപ്തിലേക്ക് ഒളിച്ചോടുക. സ്വപ്നത്തിലെ ഈ സന്ദേശവും യോസേപ്പ് പിതാവ് സ്വീകരിച്ചു. ഈജിപ്തിൽ വീണ്ടും തിരിച്ചു പോവുക നാട്ടിലേക്കും. അപ്പം വീണ്ടും ആ സ്വപ്നത്തിനും ഉത്തരം കൊടുക്കുന്ന യോസേപ്പ് പിതാവിനെയാണ് നമ്മൾ കാണുക. സ്വപ്നങ്ങൾ, അതിൽ കിട്ടുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന യോസേപ്പ് പിതാവിനെ നമ്മൾ കണ്ടെത്തുന്നു. പഴയ നിയമത്തിൽ പൂർവ്വ യോസേപ്പിനുണ്ടായിരുന്നു പാനപാത്ര വാഹകനെക്കുറിച്ചുള്ള സ്വപ്നം, കൊഴുത്ത കാളകളെക്കുറിച്ചും മെലിഞ്ഞ കാളയെക്കുറിച്ചുമൊക്കെയുള്ള സ്വപ്നം. ആ സ്വപ്നത്തിന് പൂർവ്വ യോസേപ്പ് പ്രത്യുത്തരം കൊടുത്തു. ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി. യോസേപ്പ് പിതാവ് പ്രത്യുത്തരം കൊടുത്തു. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായി. യോസേപ്പ് പിതാവ് സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടെന്നാണ് പറയുക. നമുക്കറിയാം, തീർച്ചയായിട്ടും കല്യാണത്തിന് മുമ്പ് ഭാര്യ ഗർഭിണിയായി കാണപ്പെടുമ്പം ശരിക്കും ഉറങ്ങി സ്വപ്നം കാണാവുന്ന മൂഡിലൊന്നുമല്ല യോസേപ്പ് പിതാവ്. ആ സ്വപ്നമെന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ഒരു സംഭാഷണത്തിലേക്ക്, ദൈവവുമായുള്ള ഒരു ആലോചനയിലേക്ക് യോസേപ്പ് പിതാവ് പ്രവേശിച്ചു എന്നാണ് പറയുക. അതാണ് യോസേപ്പ് പിതാവിൻ്റെ വലിയ പ്രത്യേകത. യോസേപ്പ് പിതാവ് മനുഷ്യൻ്റെ ഒപ്പീനിയൻസ് ഒന്നും ചോദിച്ചില്ല, മനുഷ്യൻ്റെ നിർദ്ദേശങ്ങൾ ചോദിച്ചില്ല. ദൈവത്തോട് മാത്രം. ഒന്നോർത്ത് നോക്കിയേ, യോസേപ്പ് പിതാവ് അപ്പൻ്റെ പെങ്ങന്മാരുടെ മക്കളോടും അമ്മയുടെ ആങ്ങളമാരുടെ മക്കളോടും സഹോദരീ സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുക, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഗർഭിണിയായി കാണപ്പെട്ടു, നമുക്ക് എന്നാ ചെയ്യണം? അവരൊക്കെ പറഞ്ഞു, ഉണ്ടക്കല്ലെടുത്തെറിഞ്ഞ് അവളെ കൊല്ലണം. ഇതായിരുന്നേനെയും ജനത്തിൻ്റെ ഉപദേശം. യോസേപ്പ് മനുഷ്യൻ്റെ ഉപദേശം തേടിയില്ല, ദൈവത്തോട് ഉപദേശം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അവളെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ നീ ശങ്കിക്കേണ്ട. നമ്മളോടൊക്കെ പറയുകയാണ്, യോസേപ്പ് പിതാവിൻ്റെ ഈ തിരുനാളിന് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഉള്ളിൽ സ്വപ്നങ്ങൾ ഉള്ളവരായി നമ്മൾ ജീവിക്കണം. ലോകത്ത് കൈപോയാൽ പ്രശ്നമില്ല, കാലുപോയാൽ പ്രശ്നമില്ല, കണ്ണുപോയാൽ പ്രശ്നമില്ല, പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ ഉള്ളിലെ സ്വപ്നം പോയോ പിന്നെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ല, ആവേശവും ഇല്ല. സ്വപ്നം വേണം നമ്മുടെ ജീവിതത്തിൽ. ചില ആൾക്കാരെ കാണാം, 85-ാം വയസ്സിലും ഒരു നല്ല സ്വപ്നം. 85-ാം വയസ്സിലും പറയും, പറമ്പിലെങ്ങനെ തെങ്ങിൻ തൈ വെക്കണം, എങ്ങനെ തേങ്ങ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ജാതി വെക്കാൻ പറ്റും, എങ്ങനെ റബ്ബർ നടാൻ പറ്റും, എങ്ങനെ എന്തെല്ലാം പറ്റും. 85-ാം വയസ്സിലും നല്ല സ്വപ്നം. ചില ആൾക്കാരുണ്ട്, വയസ്സ് 25 ആയിട്ടില്ല, സന്ധ്യമണി അടിക്കുമ്പോഴേ ഉറങ്ങാൻ തയ്യാറ്. പാൻ നെയ്യുന്ന തഴ കണ്ടാൽ മതി കൂർക്കം വലിച്ച് മയങ്ങുന്നവരുണ്ട്. സ്വപ്നം നഷ്ടപ്പെട്ടവർ. സ്വപ്നം നഷ്ടപ്പെട്ടവരോട് വർത്തമാനം പറയാം, ചേച്ചിയെ എവിടെ പോവുക? ആ എപ്പം വരും? ഓ ഏമ്പക്കം വിട്ട പോലെ, മറുപടിയേയില്ല. സ്വപ്നം നഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ പെരയ്ക്കയും കണ്ടറിയാം, മേക്കൊന്നെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കും, ഒരു ചിട്ടയിലെ മെനയില്ല. സ്വപ്നം നഷ്ടപ്പെട്ട കുടുംബനാഥന്മാർ എഴുന്നേറ്റ് വന്ന് കട്ടിൽ കണ്ടാൽ ഈശോമിശിയുടെ കല്ലറ പോലെ ലുങ്കി പറിച്ച് കാൽക്കലും പുതപ്പി ഉരുട്ടി തലയിലും വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു ചിട്ട, ഒരു മെന, ഒരു വൃത്തി. ലോകചരിത്രത്തിൽ ആർക്കെല്ലാം സ്വപ്നം കൊണ്ടായിരുന്നോ അവരെല്ലാം ലോകത്ത് വലിയവരായി മാറി. ഈജിപ്തിൽ അഹമോസ് രണ്ടാമൻ എന്ന ഫറവോന് ഒരു സ്വപ്നം. മരിച്ചു മൺമറഞ്ഞ പിതാവ് അഹമോസ് ഒന്നാമൻ്റെ ഒരു ശവകുടീരം ഒരു പ്രത്യേക രീതിയിലുണ്ടാകണം. സ്വപ്നത്തിൽ കണ്ടതുപോലെ ആ ഫറവോൻ പ്രവർത്തിച്ചു. അതാണ് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായ ഈജിപ്തിലെ പിരമിഡ്. ഷാജഹാൻ ചക്രവർത്തിക്കൊരു സ്വപ്നം, മരിച്ച് മൺമറഞ്ഞ പ്രാണപ്രേയസി മുംതാസിന് ഒരു ശാശ്വത സ്മാരകം മാർബിളിൽ പണിതണം. അതാണ് ആഗ്രയിലെ മറ്റൊരു മഹാത്ഭുതമായ താജ്മഹൽ.
പൂർവ്വ യോസേപ്പിന് സ്വപ്നം ഉത്തരം കൊടുത്തു. അദ്ദേഹം ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി. യോസേപ്പ് പിതാവിന് സ്വപ്നം ഉത്തരം കൊടുത്തു. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നങ്ങൾ നഷ്ടപ്പെടരുത്. സ്വപ്നങ്ങൾ സൂക്ഷിക്കുക. അബ്ദുൽ കലാം കേരളത്തിൽ വന്ന് ചങ്ങനാശ്ശേരിയിൽ കോളേജ് കുട്ടികളുമായി സംഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊരു പക്ഷേ നക്ഷത്രങ്ങളിൽ എത്താൻ പറ്റുകയില്ല, പക്ഷേ നക്ഷത്രങ്ങളിൽ എത്തുന്നതിനെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണണം. നക്ഷത്രങ്ങൾ എത്തുന്നതിനെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണണം. ആകപ്പാടെ തകർന്ന് ഒടിഞ്ഞ ശരീരത്തോടെ കട്ടിലിൽ കിടന്നപ്പോൾ ഒരു യുവാവ് ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഇതിനെ അതിജീവിച്ച് പ്രശസ്തനായ സിനിമാ നടനാകും. അവനാണ് തമിഴിലെ ഇതിഹാസ നടനായ വിക്രം. ഒരു സ്വപ്നം, സ്വപ്നത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ജീവിതത്തിൻ്റെ നേട്ടം. നമുക്കൊക്കെ സ്വപ്നം വേണം. എത്ര തളർന്നുപോയ ശരീരം കൊണ്ടും ഒരു സ്വപ്നം. വെല്ലൂർ ഹോസ്പിറ്റലിലെ ജൂനിയർ ഡോക്ടറായ മേരി വർഗീസ് ജീവിതത്തിൽ വണ്ടി അപകടത്തിൽ അരയ്ക്ക് താഴത്തേക്ക് തളർന്നു കിടന്നു. കട്ടിലിൽ കിടന്നു തമ്പുരാനോട് പ്രാർത്ഥിച്ചു. ശക്തി വീണ്ടെടുത്തു. ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം കൊടുത്തു. കറങ്ങുന്ന ചക്രക്കസേരയിലിരുന്ന് സങ്കീർണങ്ങളായ ശസ്ത്രക്രിയകൾ ഡോക്ടർ മേരി വർഗീസ് നടത്തി. ലോകപ്രശസ്ത അവാർഡുകൾ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ മേരി വർഗീസ് കൊണ്ടുവരുന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യന കേണൽ ജെയിംസ് ഇർവിൻ. ഡൽഹിയിൽ അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ആഗ്രഹിച്ചു വിമാനം പറപ്പിക്കുന്ന ആളാകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷെ എനിക്കതിന് പറ്റുകയില്ല എന്ന് ആൾക്കാർ പറഞ്ഞു. പക്ഷേ ഞാൻ പരിശ്രമിച്ച് ഇത് പറപ്പിക്കുന്ന ആളായി. പർവ്വത മുകളിലൂടെ വിമാനം പറപ്പിച്ച് നടക്കുമ്പോൾ ഒരിക്കൽ വിമാനം തകർന്ന് വീണ് ദേഹം ഒടിഞ്ഞു നുറുങ്ങി തളർന്നു കിടന്നു. അതോടെ എൻ്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് ആൾക്കാർ പറഞ്ഞു. അവിടെ കിടന്ന് ഞാൻ വീണ്ടും സ്വപ്നങ്ങൾ മെനഞ്ഞു. കുഞ്ഞുനാളിൽ ഞാൻ പറയുമായിരുന്നു, എനിക്ക് ചന്ദ്രനെ തൊടണം. അമ്മ പറയും, മോനെ കൊച്ചുപിള്ളേർ അങ്ങനത്തെയുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും കാണരുത്, പറ്റുകയില്ല. ദേഹം ഒടിഞ്ഞു നുറുങ്ങി കിടന്നപ്പോൾ ഓർത്തു, ചന്ദ്രനിൽ തൊടണമെന്നുള്ള സ്വപ്നം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ. അത് കഴിഞ്ഞു. ആത്മധൈര്യം വീണ്ടെടുത്തു, ശക്തി വീണ്ടെടുത്തു. വീണ്ടും ഞാൻ വിമാനം പറപ്പിച്ച് തുടങ്ങി. അങ്ങനെ 1971 അമേരിക്കൻ ടീമിൽ ചന്ദ്രനിൽ കാലുകുത്തിയ ആളായി ഞാൻ മാറി. അവിടെ വെച്ച് എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചു. 8-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെ. കർത്താവേ, നിന്റെ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യനെന്ത് മേന്മയുണ്ട്. ദൈവദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴെയായി നീ മനുഷ്യനെ സൃഷ്ടിച്ചു. സൂര്യചന്ദ്രന്മാരെ അവൻ്റെ പാദത്തിന് കീഴിലാക്കി. നമുക്ക് സ്വപ്നങ്ങൾ വേണം. ഒരു പുതിയ നിയോഗം ഏറ്റെടുക്കുന്ന ഓരോരുത്തർക്കും കൊണ്ട് സ്വപ്നം. 10 വർഷങ്ങൾക്ക് മുമ്പ് ശാലോം TV ഈ ശുശ്രൂഷ ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ സംഘാടകർക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ലോകത്തിൻ്റെ എവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. അത് പൂർണ്ണമായി അതിൻ്റെ ഫലപ്രാപ്തിയിൽ ഇന്ന് ദൈവം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വികാരിച്ചൻ പുത്തനായിട്ട് ഒരു പള്ളിയിൽ ചെല്ലുമ്പം അച്ഛൻ ഇടവകയെക്കുറിച്ച് ഒരു സ്വപ്നം വേണം. ധ്യാനിപ്പിക്കാൻ ഒരു ഇടവകയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇടവക ജനത്തെക്കുറിച്ച് എനിക്കൊരു സ്വപ്നം വേണം. താലി കെട്ടുന്ന പുരുഷന് ഭാര്യയെക്കുറിച്ചൊരു സ്വപ്നം വേണം. പെടലി കുനിക്കുന്ന ഭാര്യയ്ക്ക് കെട്ടിയവനെക്കുറിച്ച് സ്വപ്നം വേണം. 2 പേർക്ക് ഒരുമിച്ച് നാളെ ജന്മമെടുക്കുന്ന കുടുംബത്തെക്കുറിച്ച് ഒരു സ്വപ്നം വേണം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്വപ്നം വേണം. ഓരോ സർക്കാരും നിരവധി വർഷങ്ങളിൽ ഭരിച്ച് കടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നാടിനു വേണ്ടി ചെയ്യുന്നത് അത് നയിക്കുന്ന ആൾക്കാരുടെ സ്വപ്നത്തിൻ്റെ ഫലമാണ്. സ്വപ്ന പദ്ധതികൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഇവിടെയാണ് സ്വപ്നം കണ്ട യോസേപ്പ് പിതാവ് നമ്മളെയൊക്കെ വിളിക്കുന്നു. സ്വപ്നം കണ്ടു, അതിന് പ്രത്യുത്തരം കൊടുത്തു, പ്രവർത്തിച്ചു, വലിയ സാന്നിധ്യത്തിൽ ചേർന്നു. നമ്മോടും പറയുന്നു, സ്വപ്നങ്ങൾ സൂക്ഷിക്കുക. എത്ര ചെറിയവരും എത്ര നിസ്സാരപ്പെട്ടവരും സ്വപ്നങ്ങൾ സൂക്ഷിക്കുക. സൂക്ഷിക്കുന്ന സ്വപ്നങ്ങൾക്ക് ആനുപാതികമായി പ്രവർത്തിക്കുക. ജീവിതത്തിൽ ഒരുപിടി സ്വപ്നം കാണാനുള്ള കൃപ നമ്മൾ സൂക്ഷിക്കുക. പഴയ നിയമത്തിൽ ജോയേൽ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നു, അവസാന നാളുകളിൽ സകല ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഭക്ഷിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവതിയുവാക്കന്മാർ പ്രവചിക്കും. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമുള്ള മനസ്സുകൾക്ക്, മരവിച്ചു പോയ മനസ്സുകൾക്ക്, ആകപ്പാടെ ഉണങ്ങിപ്പോയ മനസ്സുകൾക്ക് പുതിയ സ്വപ്നങ്ങൾ മെനയുവാനുള്ള കഴിവ് ദൈവം കൊടുക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ സ്വപ്നങ്ങൾ കണ്ട, അതിന് പ്രത്യുത്തരം കൊടുത്ത, സ്വപ്നത്തിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച യോസേപ്പ് പിതാവിൻ്റെ ഈ തിരുനാളിന് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമ്മളോടും പറയുന്നു, ഉള്ളിൽ സ്വപ്നങ്ങൾ സൂക്ഷിക്കുക. നിരാശ പിടിച്ച മനസ്സുകളെ പിഴുതു മാറ്റുക. സ്വപ്നങ്ങളുള്ള, നന്മ സൂക്ഷിക്കുന്ന മനസ്സുകളായി നമ്മൾ ഓരോരുത്തരും
മാറുക. പ്രിയപ്പെട്ടവരെ, സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന യോസേപ്പ് പിതാവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അനുസരിക്കുന്ന മനുഷ്യൻ. സ്വപ്നങ്ങളുടെ മനുഷ്യൻ, ഒപ്പം അനുസരിക്കുന്ന മനുഷ്യൻ. സ്വപ്നങ്ങളെ മാത്രമല്ല, ജീവിതത്തിൽ ദൈവം കൊടുത്തതിനെയൊക്കെ യോസേപ്പ് പിതാവ് പൂർണ്ണമായി അനുസരിച്ചു. യോസേപ്പ് പിതാവ് എന്താ അനുസരിക്കാഞ്ഞത്? അനുസരിക്കാതിരുന്നത് എന്താ? എന്തെല്ലാം ദൈവം പറഞ്ഞു ആ നിമിഷം അതുപോലെ അനുസരിച്ചു. നീ കെട്ടാൻ പോകുന്ന മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണ്, ശങ്കിക്കേണ്ട, സ്വീകരിച്ചു. ആ നിമിഷം ദൈവത്തെ യോസേപ്പ് അനുസരിച്ചു. കുഞ്ഞിനെ കൊല്ലാൻ ഹെരോദേസ് വരുന്നു, രക്ഷപ്പെട്ട് ഓടിക്കൊള്ളുക. ആ നിമിഷം അനുസരിച്ചു, അതുപോലെ പ്രവർത്തിച്ചു. വീണ്ടും പറഞ്ഞു അവൻ്റെ കാലം കഴിഞ്ഞു, ഇനി പേടിക്കാനും തിരിച്ചു പോകൂ. അതും അനുസരിച്ചു. ദൈവത്തിനൊരു സ്വഭാവമുണ്ട്, അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. അതാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാമേ, സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും നീ ഉപേക്ഷിക്കുക. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സ്വഭാവമാണ്, അനുസരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അബ്രാഹാം അനുസരിച്ചു. ഒരുപാട് വീഴ്ച താഴ്ചകളിലൂടെ അബ്രാഹാം കടന്നുപോയി. പക്ഷെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. അതുകൊണ്ടാണ് പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മളെ ആയി ബന്ധപ്പെട്ടവരെ അനുസരിക്കണം. ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഒരു ഭർത്താവ് ഭാര്യയെ അനുസരിക്കണം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം, മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവജനം അനുസരിക്കണം. അനുസരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് മനസാക്ഷിയുടെ മന്ത്രങ്ങളെ മനുഷ്യൻ അനുസരിക്കണം. ഓരോ നിമിഷവും മനസാക്ഷിയുടെ മർമ്മരത്തിലൂടെ ദൈവം സംസാരിക്കും. ദൈവവചനം വായിക്കുമ്പോൾ ഒരു ദൂതായിട്ടായിരിക്കാം, ഒരു വചനപ്രഘോഷണത്തിലെ ഒരു സന്ദേശമായിട്ടായിരിക്കാം ദൈവം സംസാരിക്കുക. ആ ദൈവത്തെ നമ്മൾ അനുസരിക്കണം. ഇസ്രായേൽ മക്കൾ രൂപപ്പെട്ടതെങ്ങനെ? പുറപ്പെടാൻ പറഞ്ഞ പെസഹാട് രാത്രിയിൽ മോശയുടെ നേതൃത്വത്തിൽ അവർ പുറപ്പെട്ടു, അനുസരിച്ചു, ദൈവത്തെ അനുസരിച്ചു. മേഘം ചലിച്ചപ്പോൾ അവർ സഞ്ചരിച്ചു, മേഘം നിശ്ചലമായപ്പോൾ അവർ കൂടാരം ഇടിച്ചു. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണും ദൈവ നടത്തിപ്പിനെ, ദൈവത്തിൻ്റെ വഴികളെ അനുസരിക്കുന്ന ഇസ്രായേൽ മക്കൾ. അപ്പോൾ അവിടെയെല്ലാം അനുസരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുക. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുസരിച്ചോ, മാതാപിതാക്കളെ അനുസരിച്ചോ നന്മയിൽ വളരുന്ന മക്കളാവും. യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെയും മനുഷ്യനും തമ്മിൽ വളർന്നു വന്നു, മാതാപിതാക്കൾക്ക് വിധേയനായി അവൻ ജീവിച്ചു. അതുകൊണ്ടാണ് പറയുക, കൊച്ചുകുട്ടികളും മറ്റുമൊക്കെ യുവതി യുവാക്കന്മാരും കൊച്ചുകുട്ടികളും മാതാപിതാക്കൾ പറയുന്നത് പൂർണ്ണമായി അനുസരിക്കണം. ഒരു 19 വയസ്സുണ്ട്, മുറിക്കാത്ത മുടി, ചെറിയ താടിമീശ ഒക്കെ വെച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് അപ്പൻ ഒരു മോട്ടോർ സൈക്കിൾ മേടിച്ച് തരണം, ഒരു മോട്ടോർ സൈക്കിൾ. അപ്പം പറഞ്ഞു, മോനെ അതിനുള്ള പൈസയില്ല, ഒരു കാര്യം ചെയ്യേ, നീ കുറച്ച് കഷ്ടപ്പെട്ട് കുറേ പണം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൻ മോട്ടോർ സൈക്കിൾ മേടിച്ച് തരാം. 3-1, ഒരു 15,000 രൂപ നീ ഉണ്ടാക്കി തരാമെങ്കിൽ ഞാൻ മോട്ടോർ സൈക്കിൾ മേടിച്ച് തരാം, നീ എന്നെ അനുസരിക്കണം. അപ്പം ഓവ്, ക്ലാസ്സിലിപ്പം 10ാം സ്ഥാനത്താണല്ലോ, ഒരു 4ാം സ്ഥാനത്ത് എത്തണം എങ്കിൽ മോട്ടോർ സൈക്കിൾ മേടിച്ച് തരാം, സമ്മതിച്ചു. 3ാമത് പറഞ്ഞ്, നീ കുറ്റിമീശയും തലമുടിയും ഇങ്ങനെ വളർത്തുന്നുണ്ടല്ലോ, മുടിയും മുറിച്ച് മുഖവും ഷേവ് ചെയ്ത് ഒന്ന് വൃത്തിയാകണം. ഈ 3 കാര്യം നീ അനുസരിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഞാൻ മോട്ടോർ സൈക്കിൾ മേടിച്ച് തരാം. അവൻ സമ്മതിച്ചു. അവൻ തട്ടുകടയിൽ പോയി യന്ത്രം മേടിച്ച് പുല്ല് വെട്ടിയൊക്കെ 6 മാസം കൊണ്ട് 15,000 രൂപ ഉണ്ടാക്കി അപ്പൻ്റെ കൊടുത്തു. അവൻ ക്ലാസ്സിൽ 4ാം സ്ഥാനത്ത് വന്നു, വണ്ടി കിട്ടാനുള്ള കൊതി. ഈ 2 കാര്യവും അനുസരിച്ചു. അപ്പം പറഞ്ഞു, മോനെ നിന്നെ മുടിയൊന്ന് വെട്ടിച്ച് മുഖം കൂടെ ഷേവ് ചെയ്യണം, എങ്കിലേ ഞാൻ മേടിച്ചു തരുള്ളൂ. അവൻ പറഞ്ഞു, അപ്പ അതനുസരിക്കാൻ അപ്പൻ എന്നോട് പറയരുത്. ഈശോ മിശിഹായ്ക്ക് മീശയില്ലായിരുന്നു, സ്നാപയോഹന്നാന് ദീക്ഷയില്ലായിരുന്നു, പ്രവാചകന്മാർക്ക് മുടിയില്ലായിരുന്നു, സന്യാസിമാർക്ക് മുടിയില്ലായിരുന്നു പണ്ട്. അതുകൊണ്ട് ഇത് വെട്ടാൻ എന്നോട് പറയരുത്. അപ്പം പറഞ്ഞു, മോനെ അവരാരും മോട്ടോർ സൈക്കിളെ യാത്ര ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിനക്ക് വണ്ടി മേടിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മുടെ അനുസരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം. സഭയിൽ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും നമ്മൾ അനുസരിക്കണം. നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരെ നമ്മൾ അനുസരിക്കണം.
അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം. പരിശുദ്ധ അമ്മയെ അനുസരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇതായിരുന്നു മാതാവിൻ്റെ അനുസരണം. യെശയ്യാ പ്രവചനം 64:8. കർത്താവേ, ഞാൻ കളിമണ്ണാണ്, നീയോ കുശവൻ, നിന്നിഷ്ടം പോലെ എന്നെ മെനഞ്ഞെടുക്കണമേ, വാർത്തെടുക്കണമേ. മാതാവ് പറഞ്ഞത് എന്താ? ഞാനൊരു വെള്ളക്കടലാസാണ്. ഈ വെള്ളക്കടലാസ് ദൈവമേ, നിനക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കൊള്ളുക. ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ. പ്രവാചകന്മാർ പറഞ്ഞത് എന്താ? സാമുവേൽ പറഞ്ഞു, ഇതാ ശ്രവിക്കുന്നു ദാസൻ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. യോസേപ്പിതാവും പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാനിതാ നിന്നെ അനുസരിക്കുന്നു. ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ ഈ രണ്ട് മൂല്യങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ ഈ രണ്ട് മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക. ഒന്ന്, ജീവിതത്തിൽ സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന മനുഷ്യരാവുക. എത്ര ചെറിയ ജീവിതത്തിലും ഒരു സ്വപ്നം. ഏത് ഭിക്ഷക്കാരനും വേണം അവൻ്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം, നാളെയെക്കുറിച്ച്. ആകുലതകളല്ല, സ്വപ്നങ്ങൾ മെനയാൻ നമുക്ക് കഴിയണം. നാളെയെക്കുറിച്ച് ഒരു സ്വപ്നം. അതുപോലെ തന്നെ ഏത് ജീവിതാവസ്ഥയിലും, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അനുസരണത്തിനൊരു മൂല്യം. ഇത് രണ്ടും യോസേപ്പിതാവ് കാണിച്ചു. നമ്മൾ കാണുന്നുണ്ട് യോസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ വേദനയുടെ അവസരങ്ങൾ, തിക്താനുഭവങ്ങൾ, തകർച്ചകൾ എല്ലാം വന്നപ്പോഴും അവിടെയൊന്നും തളരാതെ മുന്നോട്ട് പോകാൻ പറ്റിയത് ദൈവത്തോടൊപ്പം സ്വപ്നങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് യോസേപ്പിതാവ് യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണത്തിരുനാളിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മളോടും പറയുകയാണ്, നമ്മുടെ സ്വപ്നം ദൈവിക സ്വപ്നങ്ങളാകണം, രക്ഷാകര സ്വപ്നങ്ങളാകണം. ആ സ്വപ്നങ്ങളാണ് യോസേപ്പിതാവ് കണ്ടത്. ലോകത്തിൽ പുഴുതിന്നു പോകുന്ന, ചെതലെടുത്തു പോകുന്ന, കള്ളൻ മോഷ്ടിക്കുന്ന, ചിതൽ നശിപ്പിക്കുന്ന ഈ മണ്ണിൻ്റെ സ്വപ്നങ്ങളല്ല. ഇതിനപ്പുറത്ത് ദൈവികമായ രക്ഷാകര സ്വപ്നങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധനായി തീരുമെന്നുള്ള ഒരു സ്വപ്നം, ഒരു വിശുദ്ധയായി തീരും എന്നൊരു സ്വപ്നം, സഭയിൽ ആരും മറക്കാത്ത ഒരു വ്യക്തിയായി തീരും എന്നൊരു സ്വപ്നം. ഇങ്ങനെയുള്ള രക്ഷാകര സ്വപ്നങ്ങൾ നമുക്ക് വേണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് സ്വപ്നം വേണം സ്വന്തം കുഞ്ഞുങ്ങളെക്കുറിച്ച്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നം വേണം. നാളെ ആരായിത്തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളിൽ മറഞ്ഞിരിക്കുന്ന നന്മ കണ്ടറിഞ്ഞ് അവരെക്കുറിച്ച് സ്വപ്നങ്ങൾ മെനയുന്ന അപ്പനമ്മമാരായിട്ട് ജീവിക്കണം. ലെബനീസ് മിസ്റ്റിക്കായ ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളെന്ന വില്ലിൽ നിന്നും ദൈവമെന്ന വില്ലാളി കുലച്ചുവിട്ട അമ്പുകളാണ് നിങ്ങളുടെ മക്കൾ. വില്ലാളിയായ ദൈവം വില്ലുകളായ നിങ്ങളെയും അമ്പുകളായ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അപ്പം ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സ്വപ്നം, മതബോധന രംഗത്ത് അതുങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ ഒരു സ്വപ്നം. ഇപ്പം ജീവിതത്തിൽ ഈ ഒരു സ്വപ്നം നമ്മളെപ്പോഴും സൂക്ഷിക്കുക. എത്ര മാരകമായ രോഗം ശരീരത്തെ ബാധിക്കുമ്പോഴും എല്ലാം തീർന്നുപോയി, തകർന്നുപോയി എന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കരുത്. ചില ആൾക്കാർക്ക് എന്തോ ഒരു ടെൻഷനാണ്. ഒരു ചെറിയ രോഗം വന്നാൽ പോരെ, എന്ത് പെട്ടെന്നാണ് വാടുക. ഒന്ന് വേർത്താൽ മതി, പ്രഷറാണോ, ഞരമ്പ് തെറ്റിയാൽ മതി, അറ്റാക്കാണോ, ഊരിയിട്ട തുണിയിലൂടെ 2 ഉറുമ്പ് കയറി പോയാൽ മതി, ഷുഗറിൻ്റെ ആരംഭമാണോ, ഉറുമ്പ് കയറി പോകുന്നു. 10 ദിവസം നിർത്താതെ ചുമച്ചാൽ മതി, TB ആണെന്നാ തോന്നുന്നു, എന്തോ ഒരു ചുമയാണ്. ചില മനുഷ്യരെ കാണാൻ മേലെ വർക്കലയിൽ ഒരു തുരങ്കമുണ്ടെന്നും പറഞ്ഞ് വൈക്കം തൊട്ട് കുനിയുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ, വന്നാൽ വരുന്നതിൻ്റെ ബാക്കി വരുന്നിടത്ത് വെച്ച്. ഇതാണ് പറയുക ജീവിതത്തിൽ സ്വപ്നം. ഈ സ്വപ്നമുള്ളവർ ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കും, മനസാക്ഷിയെ അനുസരിക്കും. അങ്ങനെ സ്വപ്നങ്ങളും അനുസരണവുമായിട്ട് മുമ്പോട്ട് പോയാൽ ദൈവം പറയും, അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് തിരുവചനം നമുക്ക് വിശുദ്ധ യൗസേപ്പിലൂടെ പരിചയപ്പെടുത്തി തരിക. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിതാവിൻ്റെ ഈ തിരുനാളിൻ്റെ ദിവസങ്ങളിൽ നല്ലവനായ വിശുദ്ധ യൗസേപ്പിൽ തിളങ്ങി നിന്ന ഈ 2 സുവിശേഷ മൂല്യങ്ങൾ നമുക്ക് ഒന്ന് ഊതിക്കാഴ്ചയെടുത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. ജീവിതത്തിൽ എവിടെയെങ്കിലും നിരാശ വന്നു, ആ നിരാശയെ തുടച്ചു നീക്കുക. പ്രത്യാശ ഉള്ളിൽ സൂക്ഷിക്കുക. കെട്ടിയവനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, കൂടി തീരുന്നില്ല, ഇത് പോക്ക് കേസ് ഓർത്തേക്കല്ലേ. ഇനിയും സ്വപ്നങ്ങൾ ഭർത്താവിനെക്കുറിച്ച് സൂക്ഷിക്കണം. ഭാര്യ ഒട്ടും അനുസരിക്കുന്നില്ല, ധിക്കാരി, പുകഞ്ഞ കൊള്ളി പുറത്ത് തള്ളിക്കളയുകയല്ല, അവളെക്കുറിച്ച് സ്വപ്നങ്ങൾ സൂക്ഷിക്കണം. മക്കൾ ഉഴപ്പിപ്പോയി, ഇനി ഒരു രക്ഷയില്ല, ഓർക്കരുത്, ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തമ്പുരാൻ്റെ നല്ല പ്രചോദനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നല്ല പ്രചോദനങ്ങൾ, അതനുസരിച്ച് മുമ്പോട്ട് പോവുക.
അനുസരിച്ച യോസേഫിനെ പോലെ, സ്വപ്നങ്ങൾ സൂക്ഷിച്ച യോസേഫിനെ പോലെ നമ്മുടെ ജീവിതത്തെയും ബലപ്പെടുത്തുവാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായി നയിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും കരുണാവാരിധിയുമായ ദൈവമേ, ഞങ്ങളുടെ മരവിച്ച മനസ്സുകൾക്ക് പുതുജീവൻ തരണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഹൃദയങ്ങളെ ഒന്നുകൂടി ജ്വലിപ്പിക്കണമേ. പച്ചവെള്ളം പോലെ മരവിച്ചു പോയതിന് പുതുവീഞ്ഞിൻ്റെ വീര്യം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ദൈവവചനത്തെയും ആത്മാർത്ഥമായി അനുസരിക്കുവാനും അനുസരണം വഴി ജീവിതയാത്ര പൂർത്തിയാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. വിശുദ്ധ യോസേഫിനെ പോലെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് ദൈവമഹത്വം ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.